ഗുഡ് മോർണിംഗ്. സോ ഇന്ന് ഞാൻ കുറച്ച് ടെൻഷനിലാണ്. ബിക്കോസ് ഞാൻ ഇന്ന് എൻ്റെ വിസ്റ്റം ടീത്ത് റിമൂവൽ സർജറിക്ക് പോവാണ്. ഭയങ്കര ടെൻഷനിലാണ്, നല്ല പേടിയുണ്ട്. പെയിൻഫുൾ ആവുമോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് നല്ല ടെൻഷനുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്കൊരു 2 ഇയർ മുന്നേ ഈ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മളപ്പം ഡോക്ടറെ കാണിച്ച ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് പല്ലെടുക്കണം എന്ന് തന്നെയായിരുന്നു പറഞ്ഞത്. അപ്പോൾ ആ ഒരു ടൈമിൽ 2 ഡേയ്സ് മരുന്ന് കഴിച്ച സമയത്ത് എനിക്കത് ഓക്കെ ആയി. സോ താങ്ക് ഗോഡ്, ഞാനൊന്ന് ഭയങ്കര ഹാപ്പി. പിന്നെ ചെയ്യണ്ടല്ലോ എന്നുള്ളൊരു ബിക്കോസ് ഇപ്പോൾ വീണ്ടും എനിക്കത് വന്നിട്ടുണ്ട്. അപ്പോൾ വന്ന സമയത്ത് ഭയങ്കര നമുക്ക് പെയിൻഫുൾ മാത്രമല്ല, ഇയർ പെയിനും ത്രോട്ട് പെയിനും ഒക്കെ ആയിട്ട് ഭയങ്കര ഇഷ്യൂ ആയി. മാത്രമല്ല നമ്മളിങ്ങനെ കവിളിൽ ബൈറ്റ് ചെയ്തു. അപ്പോൾ സോ അത് ഇനി ഇൻഫെക്റ്റഡ് ആവുമോ കാര്യങ്ങളൊക്കെ ഓർത്ത് ടെൻഷനായപ്പോൾ നമ്മൾ വീണ്ടും കൺസൾട്ട് ചെയ്തു. സോ നമുക്ക് ആ പല്ലെടുത്ത് കളയാന്നല്ലാതെ വേറെ വഴിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു 2 ഡേ മുന്നേ ആയിരുന്നു ഞാൻ കൺസൾട്ട് ചെയ്തത്. സോ ഒന്ന് സാറ്റർഡേ ആണ് ഞാൻ പോകുന്നത്. സോ ടെൻഷൻ ഉണ്ട്, ബിക്കോസ് പെയിൻഫുൾ ആവുമോ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് നല്ല പേടി എനിക്കുണ്ട്. 2 ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് പറയാം. കാരണം ഈ ഒരു വേദനയെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. എൻ്റെ ചുറ്റിനുള്ളവരൊക്കെ ഇങ്ങനെ എനിക്ക് പേടിയാവുന്നു അങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര ഇതാക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. സോ അപ്പം നമുക്ക് ആ പല്ല് പറിച്ച് കളയണം. സോ അപ്പോൾ അതാ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ വേണ്ടി സെറ്റായി നിൽക്കുകയാണ്. നല്ല ടെൻഷനുണ്ട്, ഇങ്ങനെ നെഞ്ചിങ്ങനെ ഇടിക്കുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, കൂൾ എന്നുള്ള രീതിയിൽ നിന്നിട്ട് ഞാനിതാ പോവാണ്. സോ അങ്ങനെ നമ്മൾ ഇറങ്ങി. നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ക്ലിനിക്ക്, നമുക്ക് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞാനും അമ്മയും രാവിലെ നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തുന്ന വഴി ഞാൻ കംപ്ലീറ്റ് എനിക്ക് പിന്നെ പേടി വന്നപ്പോൾ അമ്മ പറഞ്ഞു, നീ ഇങ്ങനെ പേടി പറഞ്ഞ അവസാനം നിനക്ക് പ്രഷർ വല്ലതും കൂടിയിട്ട് പിന്നെ ചെയ്യലുണ്ടാവില്ല എന്നൊക്കെ പറയാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഡോക്ടറെ എത്തിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഡോക്ടറെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ കുറച്ച് നേരം പുറത്തിരുന്നു. സോ നമുക്ക് കൺസൾട്ടേറ്റർ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിങ്ങനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വായിച്ച് നോക്കുമ്പോൾ എനിക്കുള്ള ടെൻഷൻ വീണ്ടും കൂടി കേട്ടോ. അങ്ങനെ അതൊക്കെ സൈൻ ചെയ്ത് കൊടുത്തു. സോ ടെൻഷൻ വന്നപ്പോൾ അമ്മ പറഞ്ഞു, കുറച്ച് നേരം നീ റീൽസ് കണ്ടിരുന്നു, അപ്പോൾ ഒക്കെ ഓക്കെ ആയിക്കോളും എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് ഈ ടെൻഷനൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുമോ? ഞാൻ ചുമ്മാ അങ്ങനെ സ്ക്രോൾ ചെയ്തിരുന്നു. ഞാൻ വീണ്ടും എൻ്റെ പഴയ പല്ലവി തന്നെ തുടങ്ങി. എനിക്ക് പേടിയാവുന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. കുറേയൊക്കെ അമ്മ ഞാൻ പറയുന്നത് കേട്ടിരുന്നേ. പിന്നെ ആളും എന്നെ മൈൻഡ് ചെയ്ത് അവിടെ ഫോണിൽ കളിച്ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ എനിക്ക് ആത്മവിശ്വാസം തരാൻ ആരുമില്ലല്ലോ. അങ്ങനെ ഞാൻ തന്നെ സ്വയം എന്താ പറയുക ധൈര്യം സംഭരിച്ച് അങ്ങോട്ട് ഇരുന്നു. അങ്ങനെ നമ്മൾ സർജറിക്ക് കയറി. അപ്പോൾ ആ ടൈമിൽ അമ്മ പുറത്താണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് വീഡിയോസൊന്നും അതിൻ്റെത് കിട്ടിയിട്ടില്ല. അങ്ങനെ സർജറി ഒക്കെ കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ജസ്റ്റ് ഒന്ന് കറണ്ട് പോയിട്ടോ. ഞാനാകെ പേടിച്ചു, ഭയങ്കര പ്രശ്നമൊക്കെ ആയിപ്പോയി. കാരണം ഇനിയിപ്പം വന്നിട്ടില്ലെങ്കിലും അല്ലെങ്കിലേ പേടിച്ചിരിക്കുകയാണല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എനിക്ക് ഫസ്റ്റ് 2 ഇഞ്ചക്ഷൻ കൊണ്ട് ഓക്കെ ആയില്ലായിരുന്നു. വേദന വന്നപ്പോൾ വീണ്ടും ഒരു ഇഞ്ചക്ഷനും കൂടി എടുത്തിട്ടാണ് സർജറി കഴിഞ്ഞത്. സോ അതിനുശേഷം ഇതാ മെഡിസിന് കാര്യങ്ങളൊക്കെ ഇട്ട് വീട്ടിലെത്തിയപ്പോൾ നമുക്കിത് ഈ ഒരു ഐസ് ബാഗ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ ഒരു ഐസ് ബാഗ് ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ ഒരു തരുപ്പിൻ്റെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വേദനയൊന്നും അങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ബട്ട് എന്തോ ഒരു നമ്മൾ ആ ഒരു സൈഡിലൊരു വീക്കം ഉള്ള ആ ഒരു സ്വെല്ലിങ് ഉള്ള രീതിയിലാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞു വേദന വന്നപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കിടക്കുകയൊന്നും ചെയ്തില്ല. അതിനുശേഷം എണീറ്റിട്ട് ഞാൻ കുറച്ച് ഐസ്ക്രീം കഴിച്ചു. ഐസ്ക്രീം കഴിച്ചതും എനിക്ക് അങ്ങോട്ട് എന്താ പറയുക ഒന്നും കഴിക്കാനുള്ളതോ ഒരു വിശപ്പോ കാര്യങ്ങളോ എനിക്കില്ലായിരുന്നു. ഇതിങ്ങനെ വന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അതിനുശേഷം ഞാൻ ഉച്ചയ്ക്കുള്ള എൻ്റെ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ എടുത്തു. ടോട്ടൽ നമുക്ക് ഈ ഒരു 4 ടാബ്ലറ്റും പ്ലസ് ഒരു പെയിൻ കില്ലറുമാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2 ഇപ്പോൾ കഴിച്ചു. സോ ഞാൻ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 എനിക്ക് മുന്നേ പോയപ്പോൾ തന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നമുക്ക് ടാബ്ലറ്റ് എടുക്കാം. ഇപ്പം എനിക്ക് ഈ ഒരു പോർഷനിൽ കംപ്ലീറ്റ് ആ ഒരു ഇത് മാറിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഇത്രയും നേരം എനിക്ക് വലിയ ഇഷ്യൂസ് ഇല്ലായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ നൈറ്റ് ആകുമ്പോഴേക്കും എന്താവും എന്നറിയില്ല. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല, കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല സീരിയസ്ലി. സോ ഈ ഒരു ഇതിൻ്റെ പ്രൊസീജിയറിൻ്റെ എന്താ പറയുക എങ്ങനെയായിരുന്നു എന്നുള്ളതും കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം കേട്ടോ. ബിക്കോസ് എനിക്കിപ്പം കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എങ്ങനെ പെയിൻഫുൾ ആയിരുന്നു അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇനി എന്തായാലും കുറച്ച് റെസ്റ്റ് എടുക്കണം. അപ്പം എത്ര ദിവസം കൊണ്ടാണ് ഓക്കെ ആയത് കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.